ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസയോട് ആ ഒരു കാര്യങ്ങൾ ഡൽഹി പ്രോജക്റ്റിനെ കുറിച്ചെല്ലാം തന്നെ ദേവിജി ചോദിക്കുകയാണ്. കാരണം അതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ നമുക്കൊന്ന് വിവരിച്ചാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാനസയോട് എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻ വീതം ചോദിക്കണം, മാനസ തിരിച്ച് അതിൻ്റെ മറുപടി പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ചോദിക്കുമ്പോഴത്തേനും തനിക്ക് ഉത്തരങ്ങൾ പറയാൻ സാധിക്കാതെ വിമ്മിഷ്ടം മുട്ടുക കേട്ടോ ചെയ്യുന്നത് മാനസ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, എന്താ അത് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ എല്ലാവരും എന്നോട് സംസാരിക്കുന്നത്, അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ഡൽഹിയിലേക്ക് പോകുമ്പോഴല്ലേ, അപ്പോഴത്തേനും ഞാൻ അവരോട് നന്നായിട്ട് തന്നെ സംസാരിച്ചോളാം എന്ന് പറയുന്നു. അപ്പോൾ ദേവിജി എഴുന്നേറ്റതിന് ശേഷം ദേവിജി ചോദിക്കുന്നുണ്ട്, എന്താ മാനസേ, നിനക്കെന്താ വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, നിൻ്റെ വെപ്രാളം കാണുമ്പോൾ തോന്നുന്നതാണ്. എന്തായാലും ഡൽഹിയിലേക്ക് പോകുമ്പോൾ അവരുടെ മുന്നിൽ ഇങ്ങനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ തോറ്റു പോവുകയുള്ളൂ. അതുകൊണ്ട് മര്യാദയ്ക്ക് തന്നെ സംസാരിക്കണം. പിന്നെ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം മാനസ കരുതുന്നത് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും മാനസ തിരിച്ചു പോകുന്നു. എങ്കിൽ അവർ മാനസ ആലോചിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത്. കൺമണിയെ വിളിക്കുന്നുണ്ട്, പക്ഷേ കൺമണിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. മറ്റൊന്നല്ല, കൺമണിക്കാണെങ്കിൽ ഒട്ടും വയ്യല്ലോ, അത് കാരണമാണ് കൺമണി ഫോൺ എടുക്കാത്തത്. തീരെ വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പോഴത്തേനും എന്തായാലും ഇനി അവളുടെ വീട് വരെ ഒന്ന് പോയി നോക്കാം എന്ന രീതിയിലാണ് മാനസ വിചാരിക്കുന്നത്. അപ്പോഴത്തേനും പോണ സമയത്ത് തന്നെ ക്രിഷ് ആണെങ്കിൽ അവളെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പറയുന്നുണ്ട് കേട്ടോ. കാരണം അവൾ കൺമണിയുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കള്ളത്തരമൊക്കെ നമുക്ക് പൊളിച്ചടക്കാം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൃഷി കൺമണിയുടെ അടുത്തേക്ക് തന്നെയും പോകുന്നുണ്ട് കേട്ടോ, മാനസയുടെ പുറകെ. കൺമണിയാണ് തീരെ വയ്യാണ്ട് കിടക്കുകയാണ്. അങ്ങനെ വരുൺ വിളിക്കുന്നുണ്ട് ഓഫീസിൽ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ലക്ഷ്മി വരുന്നുണ്ട്, എന്ത് ഈ ഫോണൊന്ന് എടുത്തൂടെ, എന്തൊരു വച്ച് നമുക്ക് ചെവി കേൾക്കണ്ടേ ഞങ്ങൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഓ, വരുണാണ് വിളിക്കുന്നത്, എന്ത് കണ്ടിട്ടാണോ ഇവനൊക്കെ വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ധനലക്ഷ്മി ആണെങ്കിലോ ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് വരുണിനോട് പറയുന്നുണ്ട്, ആ മോനെ അവൾക്ക് വയ്യ, പനിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ എന്നൊക്കെ വരുൺ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ലേ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പനിയല്ലേ ഉള്ളൂ, അത് കുറച്ച് നേരം അവൾ മൂടി പൊതിച്ച് കിടന്നാൽ തന്നെ മാറും, അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം തന്നെ വരുണിന് എന്തായാലും കൺമണിയോട് സ്നേഹം കാരണം തന്നെ വരുൺ കൺമണിയുടെ അടുത്തേക്ക് വരാനായിട്ട് നിൽക്കുകയാണ്. ആ സമയം തന്നെയാണ് ക്രഷ് കൺമണിയുടെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. കൺമണിയാണെങ്കിൽ ഈ പനിച്ച് വരച്ച് കിടക്കണ കാണുമ്പോഴത്തേനും കൃഷ്ണാകെ വിഷമാവുന്നുണ്ട്. എന്താ കൺമണി, നല്ല പനിയാണല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൺമണിയെ എണീക്കാൻ പറയുമ്പോൾ കൺമണിക്ക് എണീക്കാൻ തന്നെ വയ്യ. അത് കാരണം തന്നെ ക്രഷ് അവളെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ വീണ്ടും കാണുന്നത് മാനസയും അതുപോലെ ആൻറ്റിയമ്മയാണ്. ആൻറ്റിയമ്മയോട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇന്ന് പെട്ടുപോയി ആൻറ്റിയമ്മ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദേവിജി ആണെങ്കിലോ ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കതിന് മറുപടി പോലും പറയാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ ഒരു ഗതികേടാണ് ഇതെന്ന് പറയുന്നു. എനിക്ക് അപ്പോഴേ മനസ്സിലായി, നിൻ്റെ ഓവർ കോൺഫിഡൻസ് കണ്ടപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നുള്ളത്. എന്തായാലും നിന്നോട് പറഞ്ഞതല്ലേ കൺമണിയോട് ആ ഡീസിങ്ങിന് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കാൻ, നീ എന്താ അതൊന്നും ചെയ്യാഞ്ഞ മനസ്സേ, ഇനി വരുന്നിടത്ത് കാണാം, എല്ലാം ഞാൻ എന്താണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണിയുടെ വീട്ടിലാണ് കാണിക്കുന്നത്. അങ്ങനെ വരുൺ വരുന്നുണ്ട് കേട്ടോ. വരുൺ വരുന്ന കൺമണിയെ എടുത്തുകൊണ്ട് പോകുന്ന കൃഷിനെ കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ കൃഷി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് തന്നെ വരുണിനാകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വരുണ് കൃഷിനെയും കൺമണിയെ കാണുമ്പോൾ നല്ല ദേഷ്യം വന്നതിന് ശേഷം തന്നെ കൃഷിയാണെങ്കിൽ കൺമണിയെ താഴെ ഇറക്കുന്നുണ്ട് കേട്ടോ. താഴെ ഇറക്കിയതിന് ശേഷം തന്നെ അവൾക്ക് നല്ല പനിയാണ്, അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു എന്ന് കൃഷി പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അതിനു വേണ്ടി തന്നെയാണ് ഞാനും വന്നിട്ടുള്ളത്, കൺമണിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, എന്നാൽ വേഗം കൊണ്ടുപോകണമെന്ന് പറയുന്നു. അങ്ങനെ കൺമണിയെ താഴെ ഇറക്കേണ്ട സമയത്താണ് കൃഷ് ആ താലി കഴുത്തിൽ കിടക്കുന്നത് കാണുന്നത് കേട്ടോ. അങ്ങനെ കാണുമ്പോഴേക്കും കൃഷ്ണ ആകെ ടെൻഷനാവുന്ന ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വരുൺ കൺമണിയെ കൊണ്ട് പോകുമ്പോൾ ആകെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിനുശേഷം കൺമണി ആ താലി ഉള്ളിലേക്ക് ആരും കാണാതെ മാറ്റി വെക്കുന്നതും കാണുമ്പോഴത്തേനും കൃഷ്ണ എന്താ പറയേണ്ടതെന്ന് അറിയാതിരിക്കുന്നതായിട്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിൽ കാണിക്കുന്നത്.